ഖന്തഖ് കിടങ്ങ് കീറുന്ന നേരത്ത് എല്ലാവരും ഒരു പാറ വെച്ചിട്ട് പള്ള കെട്ടിയിട്ട് നേരെ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ 2 കഷ്ണം പാറ വെച്ചു കെട്ടേണ്ടി വന്ന വിശപ്പ് സഹിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ശമാഇലിന്റെ ശറഹിൽ കാണാം, അങ്ങനെ വെച്ചു കെട്ടാൻ ഒരു കല്ലുണ്ടായിരുന്നു. അന്ന് മുഷ്ബിഅ എന്നായിരുന്നു ആ കല്ലിന് വിളിച്ചിരുന്നത് എന്ന് ശറഹു ശമാഇലിൽ കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാഗത്ത് ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒരു സൈന്യത്തെ മുഴുവനും ദാഹം അകറ്റുന്നു, വേറൊരു ഭാഗത്ത് ദാഹിച്ച് വിശന്ന് കിടക്കുന്നു. അത് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണത്തെ അതിജയിക്കുകയാണ്. ചേർത്തു പറഞ്ഞാൽ എത്രയോ വിശദീകരണം വേണം. അങ്ങനെ ഗൗസുൽ ആലം തങ്ങൾക്ക് ആത്മീയമായ പരീക്ഷയുടെ കാലമാണ്. ഒരു രാത്രിയിൽ കിടന്നപ്പോൾ അവിടുന്ന് സ്ഖലനമുണ്ടായി, ജനാബത്തായി. ഒരാൾക്ക് ജനാബത്തുണ്ടായാൽ അടുത്ത നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് കുളിക്കൽ നിർബന്ധമാണ്. അതുവരെ പിന്തിക്കാവുന്നതാണ്. ഉടനെ കുളിക്കൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ സുന്നത്തിനെ ഇഹ്തിയാത്ത് ചെയ്യുന്നതിൽ വലിയ സൂക്ഷ്മതയാണ്. കാരണം എന്താണ്? ഇദ്ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി فتتبعا وتابعا لا تعدلا. അല്ലാഹുവിലേക്ക് ചേരാൻ ഒരു വഴിയേ ഉള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ വഴിയാണെന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ പിന്തുടരണം. ആ സുന്നത്തുകളിലായി നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കുക. അടുത്താലോ വഹുവ മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്, അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടമാണ്. അപ്പോൾ ഗൗസുൽ ആലം തങ്ങൾ സുന്നത്തുകളെ കണിശമായി പാലിക്കുന്ന ആളാണ്. ജനാബത്തുണ്ടായ ഉടനെ തന്നെ നല്ല തണുപ്പുള്ള രാത്രിയിൽ കുളിച്ചു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഓരോ കറാമത്തിനും അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധമുണ്ട്, ഭൂപ്രദേശവുമായി ബന്ധമുണ്ട്. റിഫായി ശൈഖ് തങ്ങളുടെ പേരിൽ നമ്മൾ യാസീൻ ഓതും, ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നുള്ള കാവലിന് വേണ്ടി. അതങ്ങ് ഉമ്മു ഉബൈദ എന്ന് പറഞ്ഞാൽ വളരെ വന്യമായ ഒരു സ്ഥലത്താണ്. മരുഭൂമിയിലെ പാമ്പുകൾ, വലിയ വിഷമുള്ള പാമ്പുകൾ കൊണ്ട് വിഷം തീണ്ടുന്ന ആളുകൾ ഉള്ള ദേശത്താണ് ബഹുമാനപ്പെട്ടവർ ഉള്ളത്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ആ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുപോലെ ഷിറാസിലെ തണുപ്പ് എന്ന് പറഞ്ഞാല് നല്ല മഞ്ഞ് പെയ്യുന്ന കാലത്ത് രാവിലെ വണ്ടി ഓടണമെങ്കിൽ ആദ്യം JCB വരണം. റോട്ടിൽ നിന്ന് മഞ്ഞ് മാറ്റിയെങ്കിലേ ഓടാൻ പറ്റൂ. കോൾഡസ്റ്റ് നൈറ്റിൽ ഞങ്ങൾ ഒരിക്കൽ മുഗൾ റോഡിലൂടെ യാത്ര ചെയ്തു. വണ്ടി കേടായി പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു മഞ്ഞുകൂടിന്റെ ഉള്ളിൽ 4 മയ്യത്തുണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. കാരണം മഞ്ഞാണ് പെയ്യുന്നത്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ ആരും വരാനോ സഹായിക്കാനോ ഒന്നും ഉണ്ടാവില്ല. മഞ്ഞിങ്ങനെ മൂടിയിട്ട് അതിനുള്ളിൽ മനുഷ്യന്മാരുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മഞ്ഞു പെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത്ര വലിയ മഞ്ഞുള്ള തണുപ്പുള്ള രാത്രിയിൽ ദിജില ചിലപ്പോൾ മഞ്ഞായി പോകും. കാസാനിൽ ഒരു പുഴയുണ്ട്. കാസാൻ റഷ്യയിലാണ്. ഞങ്ങളൊരു 4 മാസം മുമ്പ് അവിടെ കാസാനിൽ പോയി. അപ്പോൾ പറഞ്ഞു, ഇവിടെ നല്ല മഞ്ഞുള്ള കാലത്ത് നടന്നിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. നല്ല മഞ്ഞുകട്ടയായി ഇപ്പൊ നമ്മൾ ബോട്ടിൽ പോകുന്ന സ്ഥലത്ത് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. ദാൽ തടാകം അങ്ങനെയല്ലേ, കുറെ ദിവസം മഞ്ഞായിരിക്കും. അപ്പോൾ നടന്നു പോകാൻ പറ്റും അതിന്റെ മേലെ കൂടി. അതുപോലെ നല്ല മഞ്ഞുള്ള നാടാണ്, അത് നല്ല തണുപ്പുള്ള നാടാണ്.
അവിടെ ഒരു വലിയ പരീക്ഷയാണ്. ഈ സുന്നത്ത് പരിപാലിക്കുന്നുണ്ടോ? അതെ, ഒരു വട്ടം കഴിഞ്ഞു, 2 വട്ടമായി. ആ 40 വട്ടവും ബഹുമാനപ്പെട്ടവർ ഒരു പരീക്ഷയിലാണ്. അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. ഒരു രാത്രിയിൽ തന്നെ 40 വട്ടം ജനാബത്തുണ്ടായതൊരു പരീക്ഷയാണ്. അത് ജയിച്ചടക്കിയപ്പോൾ സാഹിബുൽ കറാമാത്തി വൽ മഖാമാത്ത് ആയി മാറി ഗൗസുൽ ആദം തങ്ങൾ. കാരണം ബിത്തമസ്സുകി ബിസുന്നത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചപ്പോൾ. ഇത് മനസ്സിലാകാൻ ഞാൻ ഒരു കാര്യം കൂടി ചേർത്തു പറയാം. അവിടെ തന്നെ ജീവിച്ചയാളാണല്ലോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ. ബഹുമാനപ്പെട്ടവരോ അവിടുത്തെ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് എതിരാണ്. ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം അംഗീകരിക്കാത്തത് കൊണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവര് ശിഷ്യന്റെ വീട്ടിൽ പോയി ഒളിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തേന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാർ സൗറിൽ 3 ദിവസമേ ഒളിച്ചു പാർത്തിട്ടുള്ളൂ. ഞാൻ ആ സുന്നത്തിനെ ഇഖ്തിദാ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ സുഖകരമായ അവസ്ഥയിൽ പിന്തുടരാനും, അതുപോലെ ലാ ഉഹിബ്ബു അൻ തുർകഹാ ഫിർറഖാഇ ഫിശ്ശിദ്ദാ, പ്രയാസമുള്ളപ്പോൾ ആ സുന്നത്തിനെ ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, മുസ്നദ് എന്ന് പറയുന്ന എന്റെ ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യൻ പകർത്തേണ്ട സുന്നത്തുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ പകർത്തിയിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്ദത്തിൽ ഇരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ, സമാനമായ വല്ല അനുഭവവും അവിടത്തേക്കുണ്ടോ? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ കർഹിൽ പോയിട്ട് വഹ്ദത്തിൽ ഇരുന്നിട്ടുണ്ട്. മഅറൂഫുൽ കർഹി തങ്ങളെ നാടായി അറിയപ്പെടുന്നതാണ് കർഹ്. ഞാൻ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തേണ്ടതെല്ലാം പകർത്തി എന്ന് പറഞ്ഞ് 27,000-ഓളം ഹദീസുള്ള മുസ്നദ് അഹ്മദ് അവതരിപ്പിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ. ബഹുമാനപ്പെട്ടവർ ഇമാമുസ് സുന്നയാണ്, ഇമാമു അഹ്ലുസ് സുന്നയാണ്. അതുപോലെ സുന്നത്തിനെ മുറുകെ പിടിച്ച മഹാനാണ് ഗൗസുൽ ആദം തങ്ങൾ. ആ സുന്നത്തിനെ മുറുകെ പിടിച്ചപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളായി മാറിയത്. അതുവഴി അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമയായി മാറിയത്. ബഹുമാനപ്പെട്ടവര് മദീനയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ എത്തിയപ്പോൾ ഗൗസുൽ ആദം തങ്ങൾ പറയാണ്, ഫീ ഹാലത്തിൽ ബുഅദി റൂഹികും തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ളാ ബിഹാ ശഫതീ. അല്ലയോ ലോകഗുരുവായ തിങ്കൾ പ്രവാചകരെ, അവിടുത്തെ തിരുകരം എനിക്കൊന്ന് ചുംബിക്കാൻ തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടിക്ക് ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിന്ന് തിരുകരം ഉയർത്തിക്കൊടുത്തു. അവിടുന്ന് ചുംബനം നൽകി. പിൽക്കാലത്ത് മഹാനായ അഹ്മദുൽ കബീർ അർ-റിഫായി തങ്ങൾ സിയാറത്തിന് വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവരും ഇതേ വരി തന്നെ ചൊല്ലി. അപ്പോൾ അതുപോലെ തന്നെ തിരുകരം ചുംബിക്കാൻ ലഭിച്ചു.